ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും സ്കൂളിലും ഓഫീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇതാ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചിട്ടുണ്ട്. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയും. അങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ കേരളത്തിലെ മധുരമനോഹര മോഹം എന്ന് പറഞ്ഞ ഷറഫുദ്ദീൻ്റെ ഫിലിം കണ്ടത്. അപ്പോൾ ഷറഫുദ്ദീൻ്റെ ഫിലിം ഏകദേശം എല്ലാം ഒരു കോമഡി വൈബാണല്ലോ. അപ്പോൾ അതിരുന്ന് കണ്ടു കുറച്ച് നേരം. പിന്നെ ഇനി ഉച്ചത്തേക്കുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അമ്മ മത്തങ്ങാക്കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡായിട്ട് പയർ മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കണം. നമ്മുടെ വീട്ടിൽ പയറുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ഞാൻ എന്താ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പച്ചപ്പയറും ഉണ്ട്, അതേപോലെ തന്നെ അതേ ഈ ഒരു ചുവപ്പ് കളറിലുള്ള പയറും ഉണ്ട്. ഇപ്പോൾ രാവിലെ എല്ലാവരും ഓഫീസിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ സമയം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പയറൊക്കെ ഇതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കടുക് പൊട്ടിച്ചെടുത്ത ശേഷം അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വാരുമ്പോൾ തന്നെ അതിലുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ പോകും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചവർപ്പായിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ പയറുപ്പേരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉച്ചത്തേക്കുള്ള ഫുഡും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് ആ സ്റ്റൗവിൻ്റെ ഇവിടെയും നമ്മുടെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങളും രാവിലത്തെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. 12:30 ആയപ്പോഴേക്കും ഞാൻ പപ്പടവും കൂടി കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ വീട് വരെ ഒന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാ ചോറും മത്തങ്ങയും പയറും പപ്പടവും മോരും അച്ചാറൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ ഫിലിം കണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് കണ്ടു കേട്ടോ. പിന്നെ വേഗം തന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ചെറുതായിട്ട് ഇതാ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നടന്നിട്ടാണ് കേട്ടോ പോയത്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് നടന്നു പോയി. അപ്പോൾ ഇതാ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലം ഇറങ്ങിയിട്ട് ഒരു കുറച്ച് നടന്നു കഴിഞ്ഞാൽ അമ്മ വീടായിട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. കുറേ പറമ്പിൻ്റെ നടുവിലായിട്ടൊരു വീട്, ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു തോടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല രസമാണ് ഇവിടെ, നല്ല വൈബാണ് കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ എന്താ പതുക്കെ അതൊക്കെ നോക്കി വീഡിയോസൊക്കെ എടുത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാ നമ്മളെപ്പോഴും വണ്ടിയിലാണ് കേട്ടോ അമ്മ വീട്ടിലേക്ക് വരാറ്. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോരുന്ന വഴിയെല്ലാം പതുക്കെ നിന്ന് കണ്ട് ആസ്വദിച്ച് നൊസ്റ്റൊക്കെ അടിച്ചാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇതാ കുറച്ച് മാങ്ങയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതാ അമ്മ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മ വീട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയാൽ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഞാനിവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം മഴ നല്ല കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അത് ആ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് നല്ല മഴയായിട്ടോ. അപ്പോഴത്തേക്കും വേഗം ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ നോക്കി നിൽക്കുകയാണ്. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മഴ ആസ്വദിച്ച് നിൽക്കുന്നത്. അപ്പോൾ കുറേ നേരം അതൊക്കെ നോക്കി നിന്നു. അപ്പോൾ നല്ല പച്ചപ്പാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഴയത്ത് നല്ല ചക്കപ്പുഴുക്കും ചിക്കനും കിട്ടിയിട്ടുണ്ട് കേട്ടോ മാമൻ്റെ വക. പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് ചക്കപ്പുഴുക്കും ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും കൈയോടെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല, എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവൂലേ, അതങ്ങനെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൽ കൂടെ പോണ തോട്. മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളം നല്ല കലങ്ങി വരുന്നുണ്ട്. വീട്ടിലേക്കൊരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടി ഇന്നും വന്ന ഉടനെ നല്ല വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോനെ ആണോ മെസ്സിനെ ആണോ നെയ്മറിനെ ആണോ ഇഷ്ടം?
അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതലും നെയ്മർ ഫാൻസും അതേപോലെ തന്നെ മെസ്സി ഫാൻസൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം നമ്മുടെ കുട്ടിക്ക് ഇതാ ചായ വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ വന്നപ്പോഴേക്കും റസ്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എപ്പോഴും നല്ല മഴയാണ് കേട്ടോ. ഇടയ്ക്കൊരു തോർച്ചയൊക്കെ കിട്ടിയാലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ നമ്മുടെ മാമൻ എവിടെയോ പോയിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഐസ്ക്രീമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചു പറയുന്നത് അവൻ്റെ ബ്ലൂ ഫേവറേറ്റ് കളറാണ്, അപ്പോൾ അത് അവൻ്റെ ഐസ്ക്രീം ആണെന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കുറച്ച് കൊടുത്തു. മഴയൊക്കെ ആയതുകൊണ്ട് അധികം കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ. അങ്ങനെ ദാ മാമൻ പോയിട്ടുണ്ടായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ അച്ഛൻ വന്നപ്പോഴേക്കും എന്തേ ഒരാൾക്ക് മിഠായിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 50 തരാൻ പറയുന്നത് കൊണ്ട് നൈസിൽ തന്നെ പോയിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ദേ നല്ല ഇലയട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇലയട. അത് കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടു കേട്ടോ. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇടില്ല. സ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്ക് ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂവ്. അങ്ങനെ അവൻ്റെ ടെക്സ്റ്റിലെ പാട്ടും പാടി ഇരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. എന്തായാലും ഞാൻ പാടുമ്പോൾ കുട്ടി നല്ല താളം പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഫിലിം കണ്ടത്. അപ്പം ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഫിലിം എന്തെങ്കിലുമൊക്കെ കാണും. ഫിലിം അങ്ങോട്ടേക്ക് അധികം ശ്രദ്ധിക്കുകയൊന്നുമില്ല, എന്നാലും എനിക്കതവിടെ TV അങ്ങ് പ്ലേ ചെയ്ത് ഇടണം. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണാം. ബൈ ബൈ.